ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഒരു 3 മാസത്തോളമായെന്ന് തോന്നുന്നു എൻ്റെ ചാനൽ തുടങ്ങിയിട്ട്. അത് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് എന്ന് പറയാമല്ലോ, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് വരും. എത്ര പേര് കാണുന്നു, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്നെല്ലാം നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അല്ലാതെ ചാനൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ഥിരം ചാനൽ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അതും 1000-ന് മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. അതെന്തായിരിക്കാം അങ്ങനെ അവർ ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ എൻ്റെ വശം ചിന്തിച്ചു. അപ്പം ഞാൻ എന്നൊരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം നോക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കാം ഇതുപോലൊരു, നമ്മളെപ്പോഴായാലും നമ്മുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് പോലെ ഹെഡിങ് നോക്കിയിട്ടാണല്ലോ നമ്മൾ അതിനെ എങ്ങനെയുള്ളതാണെന്ന് വിലയിരുത്തുന്നതും അത് കേൾക്കണോ അല്ലെങ്കിൽ കാണണോ എന്നൊക്കെ തീരുമാനിക്കുന്നതും. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നമുക്കൊരാവശ്യം വരുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും യൂട്യൂബിലല്ല എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത്. ഞാൻ ഗൂഗിളിൽ നേരിട്ട് പോയി സെർച്ച് ചെയ്യുകയാണ്. അവിടെ നമ്മൾക്ക് അപ്പോൾ ഓരോ എഴുതി വെച്ചേക്കുമല്ലോ, അത് വായിച്ചിട്ടാണ് അങ്ങനെയുള്ള സംശയം. കുക്കിങ്ങൊന്നും ഞാൻ പിന്നെ അറിയാത്തത് കൊണ്ട് അതിൻ്റെ പുറകെ പോകാറില്ല. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയാണ് നോക്കുക കൂടുതലും. ഇപ്പം നമ്മളല്ലാതെ എന്തെങ്കിലും ഒരു പാട്ടോ ഒക്കെ കാണുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ നോക്കാറുണ്ട്. അല്ലാതെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കിപ്പോൾ കൂടുതൽ ഒരു വീഡിയോസൊന്നും ഒന്നും കാണാനുള്ള സാഹചര്യങ്ങൾ ഇല്ല. ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ എൻ്റെ ഭാഗത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ എനിക്കത് ആവശ്യമുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ മതിയല്ലോ, അല്ലാതെ വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്താണ് പ്രയോജനം? അപ്പം ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കെന്താണ് ദോഷമായി വരുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എൻ്റെ അറിവിൽ വെച്ചിട്ട് ഒരാൾ ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അവർ നോട്ടിഫിക്കേഷൻ തരുമായിരിക്കാം. ആ ഒരു കാര്യമായിരിക്കാം ഉണ്ടാവുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി ചെയ്യുന്ന ആൾക്കുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിട്ട് വേണ്ട എന്ന രീതിയിൽ പോകുമല്ലോ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, എന്താണ് എല്ലാവരുടെയും മനസ്സിൽ എന്നെനിക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പലരും പല ചിന്താഗതിയോടുകൂടിയാണ് എൻ്റെ വോയിസ് കേൾക്കുന്നത്. അതെനിക്കും മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഓരോ കമൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുള്ളതെന്ന്. പക്ഷെ നല്ല കമൻറ്റുകളെ നല്ല രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് വീണ്ടും വീഡിയോസ് ചെയ്യണമെന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ്, പക്ഷേ അതെനിക്ക് പിന്നീട് കിട്ടിയിട്ടില്ല. കമൻറ്റ് എവിടെ, ചിലതെനിക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനൊരു വന്നത് എനിക്ക് ചെറിയൊരു ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലാങ്ക് ആണല്ലോ, നമ്മൾ വോയിസ് മാത്രമേ ഉള്ളൂ. വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, അങ്ങനെ എന്തോ ഒരു കമൻറ്റ് വന്നായിരുന്നു. പക്ഷേ എനിക്കതിന് മറുപടി ഒന്നും അയക്കാൻ പിന്നീട് നോക്കിയിട്ട് ആ കമൻറ്റ് കണ്ടില്ല. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ വായിച്ചു, അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് വോയിസ് മാത്രമല്ലേ ഉള്ളൂ, എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആ വീഡിയോയും കൂടെ എടുത്തിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ വാങ്ങിച്ചതിന് ശേഷം ഈ ഫോണിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം ഇൻക്ലൂഡ് ചെയ്യാൻ പോലും എനിക്കിതുവരെ പറ്റിയിട്ടില്ല. പലതും ഞാൻ പഠിച്ചെടുക്കേണ്ടിയുണ്ട്. കാരണം ഞാൻ ഈ ഫോൺ എന്നുള്ള ഒരു ഇതിൽ ഫോണെന്നുള്ള ഒരു ആഗ്രഹം കൂടുതലുള്ളൊരു വ്യക്തി അല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സാധാ ഒരു ഫോൺ ഉപയോഗിച്ച് കൊണ്ടിരുന്നതാണ്. അപ്പം കൂടുതലും എനിക്ക് ഇനി അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ആ അറിവില്ലായ്മ മൂലമാണ് പലപ്പോഴും പലതും ചെയ്യാൻ പറ്റാതെ വരുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക്
ടൈം കിട്ടില്ല അപ്പം അതൊരു സൈഡിൽ കിടക്കുന്നത്. ഇതിനൊക്കെ ഒരു സമയം ഉണ്ട്. അപ്പം ആ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് പറയുകയാണ്, ഒരു 1000 സബ്സ്ക്രൈബർ എന്ന ഒരു ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ, ആ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ബാക്കി എൻ്റെ ടൈം തേക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എൻ്റെ വോയിസ് കേട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കേട്ടിട്ട് എന്തിനാണ് വച്ചേ ഇതും തുറന്നിങ്ങനെ ഇരിക്കുന്നത്, ഒരു പ്രയോജനവും ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ കമൻ്റായിട്ട് ഇത് ഈ ചാനൽ അധികം മുന്നോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, ഇത്ര നല്ലതല്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് വഴി എന്നോട് പറയണം കേട്ടോ. അപ്പം കാരണം ഞാൻ പറയുന്നത് ശരിയാകുമെന്നായിരിക്കും എൻ്റെ ഒരു വിശ്വാസം. അപ്പം കേൾക്കുന്ന കുറേ ആളുകൾക്ക് അതല്ല, ആ വിശ്വാസം തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയുക. കാരണം ഈ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും എന്ന് വെച്ചാൽ നേരത്തെ അപേക്ഷിച്ചിട്ട് ഞാൻ നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന ചേട്ടൻ ആദ്യമൊന്നും ഞാൻ ആരോടും പറയത്തില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് നീ പറയണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാൻ തുടങ്ങി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മതി, നീ ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ മറന്നാലും ഈ ഒരു കാര്യം പറയാൻ മറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇനി നിർത്തി, ഇനി നീ പറയണ്ട, ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന്. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് പിന്നീട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെയും. അപ്പം പുള്ളി ഇപ്പോൾ ഇച്ചിരി പിണക്കത്തിലായതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, എന്താണോ പ്രശ്നം എന്നുള്ളത് പറയാം. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അപ്പോൾ ചിലപ്പോൾ 5-6 വീഡിയോസ് വരെ പോകുന്നുണ്ട്. മാക്സിമം ചെയ്യാവുന്ന അത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് പ്രയോജനപ്പെടുവാണോ അതോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നത് എന്നെനിക്കറിയില്ല. എങ്കിലും ഞാൻ ചെയ്യുകയാണ് കൂടുതൽ. എൻ്റെ ഒരു ചിന്താഗതി മറ്റൊന്നായതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ പോവുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ മനസ്സ് എന്താണെന്ന് മാത്രം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പം അവരുടെ മനസ്സൊന്ന് ചെറിയ രീതിയിൽ മാറ്റി ചിന്തിക്കുമോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഓക്കെ.